ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് കളർ ഡ്രസ്സുകൾ അനുവദിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലും ഇത്തരം ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അതായത് മാസത്തിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് കളർ ഡ്രസ്സ് അനുവദിക്കണമെന്ന്. എന്നോട് ചോദിച്ചാൽ ഞാൻ അതിനെ അനുകൂലിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം എല്ലാ ദിവസവും യൂണിഫോം ഒക്കെ ഇട്ട് പോകുന്നത് കുട്ടികൾക്ക് മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് തന്നെ ആണെങ്കിൽ പോലും എല്ലാ ദിവസവും യൂണിഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് മടുക്കും. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, കാരണം അവർക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ വെച്ചിട്ട് എവിടെയും അവർക്ക് ഇടാൻ ഉണ്ടാവില്ല, അവസരം ഉണ്ടാവില്ല. അപ്പോൾ അവർ വിചാരിക്കുന്ന അവർ സ്കൂളിൽ പോകുന്ന ഒരു ദിവസം, അത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവർക്കത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭംഗിയായി ഒരുങ്ങി പോകാനൊക്കെ വളരെ ഇഷ്ടവും തോന്നും. അവർക്കൊത്തിരി സന്തോഷം നൽകുന്ന ഒന്നാണ്. പക്ഷേ ഈ മാറ്റം അനിവാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരണം. പക്ഷേ ഒരിക്കലും മറ്റുള്ള കുട്ടികൾക്ക് വിഷമാവുന്ന രീതിയിലായിരിക്കരുത് ഒരു മാറ്റവും നമ്മൾ വരുത്തുന്നത്. അതായത് എല്ലാവരും പണക്കാരനാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഡ്രസ്സ്, ഈ യൂണിഫോമിന് പകരം മറ്റൊരു ഡ്രസ്സ് ഇടാം എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇതിന് സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരെയും കൂടി ബഹുമാനിച്ചല്ലേ, അവരെ കാര്യങ്ങളും കൂടി നമ്മൾ മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം ഓരോ തീരുമാനവും വരുത്തേണ്ടത്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത് തന്നെ ഇത്തരം ഒരു തീരുമാനം കുട്ടികളുടെ ഭാഗത്തു നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ കാര്യത്തിൽ വ്യക്തമായി പഠിച്ച് മറ്റുള്ള മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ സ്കൂളുകളുടെയും PTA അഭിപ്രായങ്ങൾ കൂടെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രഖ്യാപനം നടത്തുകയുള്ളൂ എന്നാണ്. ഹൃദയ ആദ്യമേ പറഞ്ഞല്ലോ, പാവപ്പെട്ടവൻ പണക്കാരൻ, അപ്പം അവർക്ക് ഒരേപോലെ ഡ്രസ്സ് ധരിച്ച് വരാൻ പറ്റില്ല, അത് വിഷമം ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ സമൂഹം പാവപ്പെട്ടവൻ പണക്കാരൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾ എന്ന് ആൾക്കാരെ കൺസിഡർ ചെയ്യുന്ന രീതി അവരവരുടെ വസ്ത്രം നോക്കിയിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഒരു ശീലം പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണെന്ന് പറയാം. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കുറച്ചായിരിക്കും. കൂടുതലും പഠിക്കുന്നത് സ്കൂളിൽ നിന്ന് തന്നെയാണ്. അപ്പം ഒരു ദിവസം കളർ ഡ്രസ്സ് ഇട്ട് കൊടുത്തു വിടുകയാണെങ്കിൽ തന്നെ, ഇപ്പം ഒരു കുട്ടി മനോഹരമായിട്ട്, ഉദാഹരണത്തിന് ഞാൻ തന്നെ കുറച്ച് എൻ്റെ ഒരു പഴകിയ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ഇപ്പം ഹൃദയ വരുന്നത് ഭയങ്കര അടിപൊളി ഡ്രസ്സ് ഇട്ടാണ് വരുന്നതെങ്കിൽ ഒന്നെങ്കിൽ ആ കുട്ടികളിൽ മൊത്തം ആളുകൾക്ക് മനസ്സിലാവും ഇവൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് വിഷമം എന്നുള്ളതല്ല, മനസ്സിലാകും എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത്. അല്ലെങ്കിൽ അവർ വീട്ടിൽ പോയിട്ട് ചോദിക്കും, അമ്മേ മറ്റു കുട്ടി ഇങ്ങനെയാണ് വന്നത്, എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു കൊടുക്കും, മോനെ അവൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അവന് ഇതിടാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ കുട്ടിക്കവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവനെ കളിയാക്കാൻ ആ കുട്ടിക്ക് അപ്പോൾ തോന്നില്ല. അപ്പോൾ ഈ കുട്ടികൾ തന്നെ എന്താ പറയുന്നത്, മനസ്സിലാക്കി തുടങ്ങും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആളുകളുമുണ്ട്, അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ കളർ ഡ്രസ്സുകളൊക്കെ അനുവദിക്കുക അല്ലെങ്കിൽ ഇടാതെ വരിക എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ചിലരുടെ അടുത്ത് ചോദിക്കാം, എന്താ മോനെ നീ ഇങ്ങനെ എല്ലാ ദിവസവും ഒരു ഡ്രസ്സ് ഇട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനില്ല എന്ന് പറയുകയാണെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ PTA ഉണ്ട്, ടീച്ചേഴ്സിൻ്റെ തന്നെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ഒരു കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ സഹായിക്കാൻ പറ്റും. അവൻ്റെ സാഹചര്യം മനസ്സിലാക്കി അവനൊരു കൈത്താങ്ങ് കൊടുക്കാൻ പറ്റും. അവനില്ലെങ്കിൽ നമുക്ക് ഒരു 2-3 വസ്ത്രം വാങ്ങി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നേരത്തെ കൃപ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കണം എന്നില്ല. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും സ്കൂളുകൾ പോയിട്ട് നമ്മളത് പ്രാവർത്തികമാക്കണം എന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ മോശം ഒരു രീതിയിലുള്ള ഡ്രസ്സ്, അല്ലെങ്കിൽ മോശം എന്നല്ല, അവരെ കൂടെ എന്താ പറയുക, ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു ഡ്രസ്സൊന്നും ധരിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവർ ചിലപ്പം ആ കുട്ടികളെ വേർതിരിച്ച് കാണുന്ന ഒരു രീതി ചിലപ്പോൾ ഉണ്ടാകാം. കാരണം എല്ലാവരും ഒരേ, അതായത് ഹൈ ഡ്രസ്സുകൾ ഇട്ട കുട്ടികളൊക്കെ ഒരു ടീമായിട്ടും മോശം ഡ്രസ്സുകൾ ഇട്ട കുട്ടികളെ വേർതിരിച്ച് കാണുന്ന ഒരു സാഹചര്യം പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഓരോ ഗ്യാങ് ആയിട്ട്, അതായത് മോശം ഡ്രസ്സ് ഇട്ട കുട്ടികളെ അഗ്ലി എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ, അല്ലെ ആ കുട്ടി ഇപ്പം ചിന്തിക്കും, എൻ്റെ വീട്ടിൽ ആ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ, എൻ്റെ അച്ഛൻ അങ്ങനെ വാങ്ങിത്തരാൻ പറ്റാത്തത് കൊണ്ടല്ലേ, ആ ഒരു രീതിയിലല്ലേ ആളുകൾ അത്രയും കാലം യൂണിഫോം ഇട്ടിട്ട് മിണ്ടിയ കുട്ടികൾ ചിലപ്പോൾ ആ ഒരു ഡ്രസ്സിൽ, ഒറ്റ ഡ്രസ്സിലൂടെ തന്നെ ആ കുട്ടി മോശപ്പെട്ടതാണ് അല്ലെങ്കിൽ പാവപ്പെട്ട രീതിയിലേക്കാണ് എന്ന് പോകുന്ന ഒരു മനോഭാവം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി മാറണമെങ്കിൽ യൂണിഫോം എന്നൊരു സാധനം നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമാണല്ലോ അവിടെ സമത്വം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ കുട്ടി ഇന്ന ഫാമിലിയിലാണ് നമുക്ക് മനസ്സിലാകുന്ന, നേരത്തെ കൃപ പറഞ്ഞു
പറഞ്ഞതുപോലെ തന്നെ ഐഡന്റിറ്റി ആണ് നമ്മുടെ വസ്ത്രധാരണ. കാരണം ആ ഒരു വസ്ത്രം നമ്മൾ ധരിച്ചതുകൊണ്ട് ആ കുട്ടി പാവപ്പെട്ട വീട്ടിലാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത്രയും വരുമാനം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രീതി ഇവിടെ ആവശ്യമില്ലല്ലോ. ഹൃദയ പറഞ്ഞത് ശരിയാണ്. ആൾക്കാർ വിലയിരുത്തുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് തന്നെയാണ്. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായി. കാരണം കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ഷോപ്പിൽ പോയി. മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് തന്നെയായിരുന്നു. അപ്പം നമ്മൾ പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ബാഗൊക്കെ വെച്ചിട്ട് ഒന്ന് ഫ്രഷായി ഒരു നോർമൽ ഡ്രസ്സിൽ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ സമീപത്തുള്ള 1-2 കടകളിലൊക്കെ കയറി വേറെ ഞങ്ങൾ കുറച്ച് ഷോപ്പൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ കവറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നോർമൽ ഡ്രസ്സിലാണ് പോയത്. എന്നിട്ട് ഞങ്ങൾ ഈ ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു നമുക്കൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് നോക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഏത് ബ്രാൻഡാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രാൻഡല്ല, നമുക്ക് വേണ്ടത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു അവിടെ ടെസ്റ്റർ ഉണ്ട്, നിങ്ങൾ പോയി നോക്കിക്കോന്നു. പിന്നെ ആ കുട്ടി നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ല. ഇങ്ങനെ ആ കുട്ടി നടക്കുന്നു, നമ്മളവിടെ കിടന്ന് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം വേറൊരു കുട്ടി വന്നു. അത് അത്യാവശ്യം നല്ല മോഡേൺ ഒക്കെ ആയിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് ഹെയർ ഒക്കെ സ്ട്രെയിറ്റ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ ഒരു കുട്ടി വന്നു. അപ്പം ഈ കുട്ടി പെട്ടെന്ന് തന്നെ പോയിട്ട് ഹലോ മാഡം എന്താണ് വേണ്ടത്, ഏത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചിട്ട് ഭയങ്കര കാര്യമായിട്ട് ഡീൽ ചെയ്തു. അപ്പം നമ്മൾ രണ്ടുപേരും ശരിക്കും ഇവരെന്താ നമ്മളോട് ഇങ്ങനെ പെരുമാറിയതും മറ്റു വന്ന ആളോട് ഇങ്ങനെ പെരുമാറിയതും നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ തോന്നി. എന്നിട്ട് ഞങ്ങൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി. ആ കടയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഡിസ്കസ് ചെയ്തു, നിനക്ക് അങ്ങനെ തോന്നിയിരുന്നോ, എനിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നി എന്നുള്ളത്. അപ്പം ഇത് സമൂഹത്തിൽ മാറേണ്ട ഒന്നാണ്. ഡ്രസ്സല്ല ഒരാളുടെ ഐഡന്റിറ്റി, മനസ്സിലായോ? ഇപ്പോൾ ഇത് പഠിക്കേണ്ടത് സ്കൂളിൽ നിന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സമൂഹത്തിൽ ഇത്തരം ആളുകളുണ്ട്. ഇപ്പം ഞാനൊരു സ്കൂളിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പം ഇരിക്കുന്ന കുട്ടിക്ക് ഇങ്ങനൊരു സാഹചര്യമുണ്ട്, അപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് ഇങ്ങനൊരു സാഹചര്യമുണ്ട് എന്ന് ഓരോ കുട്ടികളും മനസ്സിലാക്കണം. ചിലപ്പോൾ അതിന് കളർ ഡ്രസ്സ് ഇടുന്നത് ഒരു പക്ഷേ ഉപകരിക്കുമെന്ന് തന്നെ പറയാം. പക്ഷെ നേരത്തെ കൃപ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിയുടെ കാഴ്ചപ്പാടും, അതായത് മോശം ഡ്രസ്സുകൾ ഇട്ട് വന്നവർ പാവപ്പെട്ടവരാണ് എന്നൊരു കാഴ്ചപ്പാട് വന്നതും സ്കൂളുകളിൽ നിന്ന് തന്നെ ആവാം. കാരണം ആ സമയത്ത് കളർ ഡ്രസ്സ് ഇട്ട ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ നല്ല ഡ്രസ്സുകൾ ഇട്ടവർ ഒരു ടീമും, അല്ലെങ്കിൽ മോശം ഡ്രസ്സുകൾ ഇട്ടവരെ ഒരു വല്ലാത്ത രീതിയിൽ കാണുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നും ആ കുട്ടി ഇന്നും നിങ്ങളുടെ അടുത്ത് അതുപോലെ തന്നെ പെരുമാറിയത്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള സ്കൂൾ പഠിക്കുന്ന സമയത്തുള്ള പല കാര്യങ്ങളാണ് പിന്നീട് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മളൊരു ബേസ് ഉണ്ടല്ലോ, എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, എങ്ങനെ ആളുകളെ കാണണം എന്നുള്ളത്. ആ ബേസിൽ പോയത് കൊണ്ടായിരിക്കും ഇന്ന് ആ കുട്ടി ഇങ്ങനെ പെരുമാറിയത്. അതിന് എന്തായാലും ഒരു യൂണിഫോം എന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പാടെ തന്നെ നമുക്ക് മറക്കാൻ പറ്റും. കാരണം എല്ലാവരും ഈക്വലാണ്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ വരുന്നത്. ഈ നമ്മുടെ സ്കൂളുകളിൽ പറയുന്നത് നമ്മുടെ ജാതിഭേദമന്യേ എല്ലാവരും ഒരുപോലെയാണ്, പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്നില്ലാതെ സമത്വം. അവിടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയൊരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് സമത്വം തന്നെയാണ്. ഈ സമത്വം ത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ് നമ്മുടെ യൂണിഫോം എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോം വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഈക്വലാണ്. ഈ കളർ ഡ്രസ്സിന് വരുമ്പോഴാണ് അവിടെ ട്രെൻഡ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സുകൾ മാത്രമായിരിക്കില്ല, ഇപ്പം ചിലപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇടുമ്പം അതിന് മാച്ചായ ഓർണമെൻറ്റ്സ് വേണ്ട വരും, ചെരുപ്പ് വേണ്ട വരും, ബാഗ് വേണ്ട വരും. അങ്ങനെ കുറേ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഇന്നത്തെ കുട്ടികൾ പറയുന്നുണ്ടാവുക. അപ്പോൾ ഒരു പാരൻറ്റിനെ സംബന്ധിച്ച് ഇതൊക്കെ അഫോർഡബിൾ ആയിട്ട് അവർക്ക് ചിലപ്പോൾ മാറണം എന്നില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇവർ പറയുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാൻ ഒരു സാധാരണ ഫാമിലീനെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. ഹൃദയ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും നമ്മൾ കളറിട്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പ്രതിസന്ധി കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. മാസത്തിൽ ഒരു ദിവസമോ ആഴ്ചയിൽ ഒരു ദിവസമോ വരുമ്പോൾ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം മാസത്തിൽ ഒരു ദിവസമാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അതായത് വസ്ത്രം ഇല്ലാത്ത ഒരാൾ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരു വസ്ത്രം പോലും എടുക്കാൻ പറ്റാത്ത ഒരാളുണ്ടെന്ന്. പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. നമ്മൾ എത്രത്തോളം നമ്മളെ രാജ്യം വികസിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതും കൂടി നമ്മൾ ഉൾക്കൊള്ളണം. കാരണം എല്ലാവരും ഒരേ രീതിയിലായിരിക്കണം എന്നില്ല. എല്ലാവർക്കും വീടുകളും അതുപോലെ തന്നെ വാഹനങ്ങളും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം എന്നില്ല. ആ സൗകര്യങ്ങൾ ഇല്ലാത്ത ആളുകൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് നമ്മൾ മാനിക്കേണ്ട ഒരു കാര്യം കൂടിയാണല്ലേ. പക്ഷെ എന്നിരുന്നാലും ഒരു ദിവസം ഒക്കെ കൊടുക്കുന്നത് നല്ലതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഡ്രസ്സ് ഉണ്ട്. അത് എങ്ങനത്തെ ഡ്രസ്സ് അങ്ങനെ ഉള്ളതല്ല.
ഒന്ന് നമുക്കത് മാറ്റാൻ പറ്റും, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ പറ്റും. രണ്ട്, നമ്മളുടെ കുട്ടികളുടെ സന്തോഷമാണല്ലോ. അപ്പോൾ ആ സന്തോഷം അവർക്ക് ഒരു ദിവസം കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികളെ സന്തോഷം നോക്കുമ്പോഴും മറ്റൊരു കുട്ടിയുടെ സങ്കടമാണല്ലേ അവിടെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഈക്വൽ ആയിട്ട് കാണണം, എല്ലാവരും നമ്മളെ മക്കളായിട്ട് കാണണം എന്നാണ് സ്കൂൾ ഒരു അധ്യാപകയെ സംബന്ധിച്ച്. എല്ലാവരും ഈക്വലാണ്, എല്ലാം എൻ്റെ മക്കളാണെന്ന രീതിയിലാണ് കാണുക. അപ്പോൾ അതിൽ തന്നെ ഒരു വേർതിരിവ് അവിടെ ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടീനെ പോലെ എല്ലാ സൗകര്യങ്ങളും മറ്റൊരു കുട്ടിക്കും വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടാവുക. അല്ലാതെ എൻ്റെ കുട്ടിക്ക് മാത്രം എല്ലാം മതി, അവിടെ അതേ പ്രായത്തിലുള്ള ആളുകൾക്ക് അല്ല അവൻ്റെ അതേ പ്രായത്തിലുള്ള ആളുകൾ മോശം രീതിയിൽ ജീവിക്കട്ടെ എന്ന് കാണുന്ന ആളുകളും ഇന്നത്തെ സമൂഹത്തിൽ കുറവായിരിക്കുമല്ലോ. ഇപ്പൊ കൃപ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആളുകളും ചോദിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ ഇതുപോലെ യൂണിഫോമിൽ തളച്ചിടേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. പക്ഷേ തളച്ചിടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം. അതായത് ഒറ്റ ആൻസർ നമുക്കിതിൽ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എല്ലാവരെയും മാനിച്ചിട്ട് മാത്രമേ ഒരു പ്രഖ്യാപനം നടത്താൻ പോകുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ KSU വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. അത് സ്കൂൾ യൂണിഫോം സംബന്ധിച്ച് തന്നെയാണ്. സമത്വം നമ്മൾ പഠിക്കുന്നത് വിദ്യാലയത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ വേർതിരിവുകളില്ല, എല്ലാവരും ഒരുപോലെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നതും സ്കൂളുകളിൽ നിന്നാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കൊണ്ടുവരുമ്പോൾ അതെല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുമെന്നാണ് KSU അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇപ്പം ഇങ്ങനൊരു ചർച്ചകൾ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ വിദ്യാർത്ഥികൾ? അവര് പൂർണ്ണമായും എന്താ പറയുക, അവർ ഭയങ്കര ഹാപ്പിയാ. കാരണം അത്രയോ കാലം കഴിഞ്ഞിട്ട് അവർക്ക് പുതിയ ഡ്രസ്സുകൾ ഇട്ട് ഫ്രണ്ട്സിന്റെ മുന്നിൽ പോവാം. കൃപ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഭയങ്കര സന്തോഷത്തോടെയാണ്. പക്ഷെ അവരും സന്തോഷിക്കുന്ന സമയത്തും മറ്റുള്ള കുട്ടികളെയും കൂടി നമ്മൾ നോക്കണമല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു യൂണിഫോം ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് ചില പ്രശ്നങ്ങൾ കൂടി ഇവിടെ നേരിടാൻ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ബുധനാഴ്ച എക്സാമ്പിളായിട്ട് എടുക്കുക. അപ്പോൾ ബുധനാഴ്ച ദിവസം ഒരു കുട്ടി സ്കൂളിലേക്ക് കയറി പോവുകയാണെങ്കിൽ നമുക്ക് ആ കുട്ടി ഏത് ക്ലാസ്സിലാണോന്നോ അല്ലെങ്കിൽ ആ കുട്ടി ഈ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണമെന്നില്ല. ഇപ്പോൾ സെക്യൂരിറ്റിയുടെ അടുത്ത് ഇപ്പം യൂണിഫോം ഇട്ട് പോവുകയാണെങ്കിൽ തന്നെ ഇന്ന സ്കൂളിലെ കുട്ടിയാണ്, ഈ സ്കൂളിലെ കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ സമയത്ത് കളർ ഡ്രസ്സ് ഇട്ട ഒരു കുട്ടി വരുമ്പോൾ നമുക്ക് അത് ആരാണെന്നോ എന്താണെന്നോ നമുക്ക് മനസ്സിലാവും. അവിടെ മറ്റു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അജ്ഞാതരോ അല്ലെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ കോളേജിലൊക്കെ ഇത്തരത്തിലുള്ളൊരു മാറ്റങ്ങൾ വരുവാണെങ്കിൽ അത് ആരാണെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഇവരെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ ഒരു തീരുമാനം ഒരു പക്ഷേ പോവാം. അത് നമുക്ക് ID കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. പക്ഷെ എല്ലാ സ്കൂളുകളിലും ID കാർഡ് ഉണ്ടോ? എല്ലാ സ്കൂളുകളിലും ഉണ്ടെന്നാണ് എനിക്ക് സ്കൂളിലൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പഠിച്ച കാലഘട്ടത്തിലും ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ID കാർഡ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പം ഐഡന്റിറ്റി കാർഡ് ഇടുമ്പോൾ അതിനൊരു പരിഹാരം. പക്ഷെ ഐഡന്റിറ്റി കാർഡ് നമ്മൾ ഇടുന്നുണ്ട് എന്ന് മാത്രമല്ല, ജസ്റ്റ് അത് ചെക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവിടെയും ഇത്തരത്തിലൊരു സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളുടെയൊക്കെ റീൽസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു ബുധനാഴ്ച അല്ലെങ്കിൽ കളർ ഡ്രസ്സ് ഇടുന്ന ദിവസങ്ങളിലോ റീലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഡ്രസ്സുകൾ ഇട്ട് നമുക്കിപ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണല്ലോ. അതുപോലെ തന്നെ കുട്ടികൾക്കും റീലൊക്കെ എടുക്കാൻ നല്ല ആഗ്രഹമായിരിക്കും ഉണ്ടാവുക. പക്ഷേ അതേസമയത്തും ഇതുപോലെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ മോശം ഡ്രസ്സാണ് ഇട്ടത്, അപ്പോൾ എന്നെ എല്ലാവരും കാണുമ്പോൾ എന്തോ ഒരു പോലെ ഉണ്ടാവില്ല എന്നുള്ള ഒരു അപകർഷതാബോധം ആ കുട്ടികൾക്കിടയിലും ഉണ്ടായേക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്നത് ഈ കളർ ഡ്രസ് ഡേക്ക് പകരം നമുക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഡേ, അതായത് അല്ലെങ്കിൽ ബാഗ് ഇല്ലാതെ ഒരു ദിവസം, ആ രീതിയിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായേക്കാം. കാരണം എപ്പോഴും പഠനഭാരത്തിൽ നിന്ന് കുട്ടികൾക്ക് ഒരു റിലാക്സേഷൻ ആവുന്ന രീതിയിൽ അന്നത്തെ ദിവസങ്ങളിൽ പാട്ടും ഡാൻസും അതുപോലെ ചിത്രരചനയും അവരെ ക്രാഫ്റ്റ് വർക്കും ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറുന്നത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇതിപ്പം നമ്മളിപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ട് പോവാണെന്ന് വിചാരിക്കുന്നതിൽ തന്നെ ആ കുട്ടികൾ ഫുൾ കോൺസെൻട്രേഷൻ ആ ഡ്രസ്സിലായിരിക്കും കൊടുക്കുക. ഇപ്പോൾ ഷാളൊക്കെ ഇട്ടിട്ട് ചെറിയ മക്കളാകുമ്പോൾ അവർ ഷാളൊക്കെ ഇട്ട് പോകുമ്പോൾ ആ ഷാൾ ഇങ്ങനെയാണോ എന്നൊക്കെ ജസ്റ്റ് അത് നോക്കും. നമ്മൾ വളയൊക്കെ ഇട്ടിട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഭംഗി ആസ്വദിക്കും. ഒരു പക്ഷേ ക്ലാസ്സിലിരിക്കും. ഈ പഠനത്തിൽ ഒന്നും അവർ ഫോക്കസ് ചെയ്യില്ല. ആ രീതിയിലേക്ക് അവരെ ശ്രദ്ധ മാറ്റാനുള്ള ഒരു രീതിയിലേക്ക് കളർ ഡ്രസ്സ് മാറും എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഡേയോ മറ്റോ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് തീരുമാനങ്ങൾ വരുവാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിട്ട് മാറും.
ഇപ്പം ഹൃദയ പറഞ്ഞില്ലേ നമുക്ക് ബാഗോ ബുക്കോ ഒക്കെ മാറ്റി വെച്ചിട്ട് പോകാമെന്ന്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മളെല്ലാവരും കളർ ഡ്രസ്സുകളെ കുറിച്ച് ആശങ്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു കുട്ടി കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട്, പെൻസിലാണെങ്കിലും ബാഗാണെങ്കിലും ബുക്കാണെങ്കിലും. അപ്പോൾ അങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിക്കില്ലേ ഇവൻ പാവപ്പെട്ടവനാണോ ഇവൻ പണക്കാരനാണോ എന്നുള്ളത്. അപ്പൊ അത്തരം തെറ്റിദ്ധാരണകൾ അപ്പം ആയിരിക്കുന്ന കുട്ടികളിൽ വരുന്നില്ലല്ലോ. അപ്പൊ കളർ ഡ്രസ്സ് ഇട്ട് ഒരു കുട്ടി വന്നാലും അത്തരം പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് അവരുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ സന്തോഷത്തിനും നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഓഫീസിൽ പോകുമ്പോൾ നല്ല ഡ്രസ്സോ മോശം ഡ്രസ്സോ എന്നല്ല, നമ്മളൊരു കളർ ഉള്ള ഒരു ഡ്രസ്സ് ഇട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ പേരൻസിന് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഈ കുട്ടിയും, അതായത് വലിയ കുട്ടികളെ നമ്മൾ നോക്കണ്ട, മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ LKG UKG ക്ലാസ്സിലൊക്കെ എല്ലാ ദിവസവും യൂണിഫോമൊക്കെ ആണ് പല സ്കൂളുകളിലും ഉള്ളത്. ഇവർക്കൊക്കെ ഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ആ കുഞ്ഞ് നല്ല രീതിയിലൊന്ന് അതിൻ്റെ മുടിയൊക്കെ കെട്ടി അതിനൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് സ്കൂളിൽ പോകുന്നത് കാണാൻ തന്നെ പല പേരൻസും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, കൊതിക്കുന്നുണ്ടാവും. അപ്പം അതിന് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒന്നാണ് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം കളർ ഡ്രസ്സ് ഇടുക എന്നുള്ളത്. ഇപ്പൊ കൃപ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വസ്ത്രത്തിൽ നമുക്ക് കോംപ്രമൈസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് കൃപ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ബാഗൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ കുറെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ ക്ലബ് FM ഒക്കെ പാഠം ഒന്ന് ഒരു കൈ സഹായം എന്നൊക്കെ പറയുന്ന പദ്ധതികൾ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികളിലൂടെ പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ബാഗുകളും പുസ്തകങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡ്രസ്സുകൾ ഇതുവരെ അവർ കൊടുക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ കൃപ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വീട്ടിലെ കുട്ടികൾ വലിയ ബോക്സുകളും ലഞ്ച് ബോക്സൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നില്ല. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ രംഗത്ത് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ കുട്ടികളെ സംബന്ധിച്ച് വരുന്നില്ല. ഇനിയിപ്പോൾ കാര്യങ്ങൾ ഇനി ഇങ്ങനെ തന്നെ ആയാലും ഏത് രീതിയിൽ പ്രഖ്യാപനം വരുമെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ നല്ല രീതിയിലായിരിക്കും വരുമോ, അല്ലെങ്കിൽ കളർ ഡ്രസ്സ് അംഗീകരിക്കുകയായിരിക്കും ചെയ്യുക. പക്ഷെ എന്നിരുന്നാലും ആ ഒരു വിദ്യാലയം ഉണ്ടെങ്കിൽ ആ വിദ്യാലയത്തിൽ ഏത് രീതിയിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് അവിടെയുള്ള ടീച്ചർമാർക്കും അതുപോലെ തന്നെ PTA-ക്കും വ്യക്തമായിട്ട് അറിയാം. ഇനിയിപ്പോൾ പാവപ്പെട്ട വീട്ടുകളിലെ കുട്ടികളാണെങ്കിലും അവർക്ക് സഹായിക്കാൻ വേണ്ടി അവർക്ക് ഒന്നുകിൽ ഡ്രസ്സുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ആ സ്കൂളുകൾക്ക് ഒരു പെർട്ടിക്കുലർ സ്കൂളുകൾക്ക് ഒരു ഡ്രസ് കോഡ്, അതായത് ബുധനാഴ്ച ഇന്നൊരു യൂണിഫോം മാത്രം രീതിയിൽ മാറുമെങ്കിൽ ഒരുപാട് പോസിബിളായിട്ടുള്ള ഒരു മാറ്റം തന്നെ ആയിരിക്കണം ഇത്.